നമസ്കാരം. മിനാർ TMT ബാലറ്റ് ന്യൂസ് ആരംഭിക്കുന്നു. ആദ്യം ഇന്നത്തെ പ്രധാന തെരഞ്ഞെടുപ്പ് വാർത്തകൾ. പ്രചരണത്തിന്റെ പെരുമഴ തോർന്നു. നാടും നഗരവും ഇളക്കിമറിച്ച് പരസ്യ പ്രചരണത്തിന് കലാശ വെടിക്കെട്ട്. കൊട്ടിക്കലാശം വോട്ടെടുപ്പിന് മുൻപുള്ള മത്സര മഹോത്സവമാക്കി മുന്നണികൾ. അവസാന വോട്ടും ഉറപ്പിച്ചെന്ന ആത്മവിശ്വാസത്തിൽ സ്ഥാനാർത്ഥികൾ. നാളെ നിശബ്ദ പ്രചരണം മാത്രം. ത്രികോണ മത്സരങ്ങളുടെ പിരിമുറുക്കത്തിനുമീതെ അവകാശവാദങ്ങളുടെ മനക്കണക്കുമായി മുന്നണികൾ. 82 സീറ്റിൽ പ്രതീക്ഷയർപ്പിക്കുന്ന UDF-നൊപ്പം ഇക്കുറി 80-ന്റെ പടികടക്കുമെന്ന ആത്മവിശ്വാസവുമായി LDF. മുന്നണികളുടെ മനപ്പായസത്തിൽ ആശങ്കയുടെ കയ്പ് ചേർത്ത് ദേശീയ ജനാധിപത്യ സഖ്യം. അക്കൗണ്ട് തുറക്കുകയല്ല, കേരളത്തിൽ പാർട്ടിയുടെ ഫിക്സഡ് ഡിപ്പോസിറ്റും തീർച്ചയെന്ന് NDA. പ്രചരണ വിഷയങ്ങൾ അനുദിനം മാറിമറിഞ്ഞ തിരഞ്ഞെടുപ്പ് ഗോതയിൽ കേരളം കണ്ടത് മുന്നണികളുടെ മത്സരക്കമ്പം. അഴിമതിയിലും വികസനത്തിലും തുടങ്ങിയ ചർച്ചാവേദികൾ പിന്നീട് കേട്ടത് വെടിക്കെട്ട് ദുരന്തത്തിന്റെയും പെരുമ്പാവൂർ കൊലക്കേസിന്റെയും അലമുറകൾ. ദേശീയ നേതാക്കളുടെ വരവോടെ കരുക്കൾ മാറിയ കളിക്കളത്തിൽ അഗസ്റ്റ വെസ്റ്റ്ലാൻഡും സൊമാലിയും ലിബിയയും. പ്രവചനങ്ങൾക്ക് വഴങ്ങാതെ കടുത്ത മത്സരത്തിന്റെ കടുംകുരുക്കിൽ 24 മണ്ഡലങ്ങൾ. മുൻ തിരഞ്ഞെടുപ്പിൽ നേരിയ ഭൂരിപക്ഷത്തിൽ ജയമുറപ്പിച്ച സീറ്റുകളിൽ സ്ഥിതി സങ്കീർണമാക്കി ത്രികോണ മത്സരവും. 2011-ൽ 6000-ൽ താഴെ വോട്ടുകളുടെ വ്യത്യാസത്തിൽ നൂൽപ്പാലം കടന്നത് 36 പേർ. 1000-ലും കുറഞ്ഞ ഭൂരിപക്ഷം നേടിയവർക്ക് കഷ്ടജാതകം. തിരഞ്ഞെടുപ്പിന് ഒറ്റനാൾ ശേഷിക്കെ ഭരണപക്ഷത്തിന്റെ നെഞ്ചിടിപ്പ് കൂട്ടി സോളാർ നായിക വീണ്ടും. മൊഴികളെ സാധൂകരിക്കുന്ന തെളിവുകൾ കമ്മീഷൻ അനുവദിച്ചാൽ പുറത്തുവിടാമെന്ന് സരിത S. നായർ. തനിക്കെതിരെ കമ്മീഷന് നൽകിയെന്ന് സരിത അവകാശപ്പെടുന്ന തെളിവുകൾ പുറത്തുവിടാൻ വെല്ലുവിളിയുമായി KC വേണുഗോപാൽ. സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2 മാസത്തിലധികം നീണ്ട പ്രചരണം ഒരു വലിയ പെരുമഴ പോലെ പെയ്തു തോർന്നിരിക്കുന്നു. ഒടുവിൽ നാടും നഗരവും ഇളക്കിമറിച്ച് പരസ്യപ്രചരണത്തിന് കലാശക്കൊട്ടും അവസാനിച്ചിരിക്കുന്നു. കൊട്ടിക്കലാശം വോട്ടെടുപ്പിന് തൊട്ടു മുൻപുള്ള മത്സര മഹോത്സവം പോലെ ആഘോഷം ആക്കുകയായിരുന്നു മുന്നണികൾ. അവസാന വോട്ടും ഉറപ്പിച്ചു എന്ന ആത്മവിശ്വാസത്തിൽ ആണ് ഓരോ സ്ഥാനാർത്ഥിയും. അതേസമയം അക്രമ സംഭവങ്ങൾ ഒഴിവാക്കുന്നതിൻ്റെ ഭാഗമായി മലപ്പുറം ജില്ലയിൽ കൊട്ടിക്കലാശം വേണ്ട എന്ന് അവിടെ സർവകക്ഷി യോഗം ചേർന്ന് മുന്നണികൾ തീരുമാനിച്ചിരുന്നു. ഇനി തിങ്കളാഴ്ച പോളിംഗ് ബൂത്തിൽ കാണാം. നഗരഗ്രാമ വ്യത്യാസമില്ലാതെ കേരളമൊട്ടാകെ ശബ്ദഘോഷത്തിലാർന്ന ഒരു പകൽ. 2 മാസം നീണ്ട പ്രചാരണത്തിന് ആവേശകരമായ ഒടുക്കം തന്നെ എല്ലായിടത്തും രാഷ്ട്രീയ പാർട്ടികൾ ഒരുക്കി. റോഡ് ഷോകളും പ്രകടനങ്ങളും ബൈക്ക് റാലികളും വാദ്യഘോഷങ്ങളും കൊടിതോരണങ്ങളും ഒക്കെയായി പ്രചാരണത്തിന്റെ അവസാന മണിക്കൂർ ഗംഭീരമാക്കി അണികൾ. ചിലയിടങ്ങളിലെ പ്രശ്നങ്ങൾ ഒഴിവാക്കിയാൽ പൊതുവെ സംഘർഷമില്ലാതെയാണ് കൊട്ടിക്കലാശം നടന്നത്. അന്തിമ മണിക്കൂറുകളിൽ തിരുവനന്തപുരമാണ് നേതാക്കളുടെ സാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയമായത്. BJPക്ക് വേണ്ടി ദേശീയ അധ്യക്ഷൻ അമിത്ഷായും കോൺഗ്രസിനായി AK ആന്റണിയും അണികൾക്ക് തലസ്ഥാനത്ത് ആവേശമായി. കേന്ദ്രമന്ത്രിമാരായ സ്മൃതി ഇറാനിയും JP നഡ്ഡയും നഗരത്തിൽ രാവിലെ ശ്രീശാന്തിന്റെ റോഡ് ഷോയ്ക്ക് ഇറങ്ങിയപ്പോൾ തീരദേശത്തെ ആവേശത്തിലാക്കി AK ആന്റണി വൈകിട്ട് റോഡ് ഷോയ്ക്ക് ഇറങ്ങി. മാർച്ച് 4-ന് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നതു മുതൽ 2 മാസത്തിലേറെ നീണ്ട വലിയൊരു പ്രചാരണ കാലമാണ് ഇത്തവണ ഉണ്ടായത്. ചരിത്രത്തിലെ വലിയൊരു വേനൽക്കാലം കടുത്ത ചൂട് താങ്ങിക്കൊണ്ട് രാഷ്ട്രീയ പാർട്ടികൾ മറികടന്നു. വ്യത്യസ്തമായ പ്രചാരണമാണ് ഇത്തവണ കേരളം ദർശിച്ചത്. പ്രൊഫഷണൽ ക്യാമ്പയിൻ മാനേജർമാർ പുതിയ സാങ്കേതികതയുമായി അണിനിരന്നത് ഇത്തവണത്തെ പ്രത്യേകതയായി. മുന്നണികൾക്ക് പ്രത്യേക ലീഡ് മുദ്രാവാക്യങ്ങൾ ഉണ്ടായി. ഫേസ്ബുക്കും വാട്സാപ്പും പ്രചാരണത്തിന് മാത്രമല്ല വാക്പോരുകൾക്കും അധിക്ഷേപങ്ങൾക്കും പരിഹാസങ്ങൾക്കും വേദിയായി. ടെലിമെസ്സേജുകളും മൊബൈൽ മെസ്സേജുകളും FM റേഡിയോ സന്ദേശങ്ങളും ഒക്കെയായി പരമ്പരാഗത പ്രചാരണ ശൈലികളെ മറികടന്നുകൊണ്ടാണ് കേരളം ഇത്തവണ പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങുന്നത്. സംസ്ഥാനത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വാശിയേറിയ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മിക്ക മണ്ഡലങ്ങളിലും ത്രികോണ മത്സരം ആണ് നടക്കുന്നത്. അത്രയ്ക്ക് ശക്തമായ പോരാട്ടം ആണ് മുന്നണികൾ തമ്മിൽ പാതിയിൽ അധികം മണ്ഡലങ്ങളിലും നടക്കുന്നത്. അതേസമയം ഒരുപോലെ പ്രതീക്ഷ അർപ്പിക്കുകയാണ്, ഒരുപോലെ അവകാശവാദം ഉന്നയിക്കുകയാണ് ഭൂരിപക്ഷം സംബന്ധിച്ച് ഓരോ മുന്നണിയും, പ്രത്യേകിച്ച് LDF-ഉം UDF-ഉം. ഇത്തവണ 82 സീറ്റ് ഉറപ്പ് എന്നാണ് UDF ഏകോപന സമിതിയുടെ അവകാശവാദം. അതേസമയം 80-നും 85-നും ഇടയ്ക്ക് സീറ്റ് കിട്ടും എന്ന് LDF-ഉം ഉറപ്പിക്കുന്നു. കഴിഞ്ഞ തവണ 4 സീറ്റ് മാത്രം ആയിരുന്നു 2 മുന്നണികളും തമ്മിലുള്ള വ്യത്യാസം. ഈ 4 സീറ്റിന്റെ ബലത്തിൽ ആണ് UDF കഴിഞ്ഞ തവണ ഭരണം പിടിച്ചത്. അതേസമയം മുന്നണികൾ ഉണ്ണുന്ന ഈ മനപ്പായസത്തിൽ ആശങ്കയുടെ കയ്പ് ചേർക്കുകയാണ് NDA. ഇത്തവണ 17 മണ്ഡലങ്ങളിൽ നിർണായക സ്വാധീനം ചെലുത്തുക, ജയപരാജയങ്ങളിൽ നിർണായക സ്വാധീനം ചെലുത്തുക തങ്ങളായിരിക്കും എന്ന് NDA പറയുന്നു. കേരളത്തിൽ ഇത്തവണ അക്കൗണ്ട് തുറക്കുക മാത്രമല്ല, എക്കാലത്തേക്കുമുള്ള ഒരു ഫിക്സഡ് ഡിപ്പോസിറ്റ് ആയിരിക്കും ഇത്തവണ NDA തുറക്കുക എന്നും നേതൃത്വം. ചരിത്രത്തിലെ ഏറ്റവും വാശിയേറിയ തിരഞ്ഞെടുപ്പിൽ ഇക്കുറി പതിവ് സമവാക്യങ്ങൾ തെറ്റുമെന്ന അഭ്യൂഹങ്ങൾക്കിടയിലും ഭൂരിപക്ഷം നേടി ഭരണം പിടിക്കുമെന്ന കാര്യത്തിൽ UDF-ഉം LDF-ഉം ഒരുപോലെ ശുഭപ്രതീക്ഷയാണ് പുലർത്തുന്നത്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ 4 സീറ്റിന്റെ മാത്രം നൂൽപ്പാലത്തിൽ ഭരണം പിടിച്ച UDF തന്നെയാണ് ആത്മവിശ്വാസത്തിന്റെ ബലത്തിൽ വലിയ അവകാശവാദം ഉയർത്തുന്നത്.
പരമാവധി 82 സീറ്റ് നേടുമെന്നാണ് UDF ഏകോപന സമിതിയുടെ വിലയിരുത്തൽ. പ്രചരണത്തിന്റെ ആദ്യഘട്ടത്തിൽ മുന്നണിയെ പ്രതിരോധത്തിലാക്കുന്ന തരത്തിൽ കത്തിനിന്ന അഴിമതി ആരോപണങ്ങൾക്ക് മൂർച്ച കുറഞ്ഞതാണ് നേതാക്കൾക്ക് ആശ്വാസമാകുന്നത്. ചില മണ്ഡലങ്ങളിൽ ശക്തമായ വെല്ലുവിളി ഉയർത്തുന്ന NDAയുടെ സാധ്യതകൾക്ക് അവസാനഘട്ടത്തിൽ തടയിടാൻ കഴിഞ്ഞിട്ടുണ്ടെന്നും UDF നേതൃത്വം കണക്കുകൂട്ടുന്നു. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ മുന്നണിക്ക് കോട്ടം തട്ടിയ കോഴിക്കോട്, കൊല്ലം ജില്ലകളിൽ പോലും ഇക്കുറി നേട്ടമുണ്ടാക്കാനാകുമെന്ന് UDF കേന്ദ്രങ്ങൾ അവകാശപ്പെടുന്നു. സിറ്റിംഗ് സീറ്റുകളിൽ ചിലത് കൈമോശം വന്നാലും പുതുതായി 15ഓളം സീറ്റുകളിൽ മുന്നണി നേതൃത്വം പ്രതീക്ഷ വയ്ക്കുന്നുണ്ട്. അതേസമയം UDFന്റെ അവകാശവാദങ്ങൾ പാടെ തള്ളിക്കളയുന്നതാണ് ഇടതുമുന്നണിയുടെ കണക്കുകൾ. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ 68 സീറ്റിൽ ഒതുങ്ങേണ്ടി വന്ന മുന്നണിക്ക് ഇത്തവണ 80ലധികം സീറ്റ് ഉറപ്പായും ലഭിക്കുമെന്നാണ് പാർട്ടി ദേശീയ നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. ബാർക്കോഴയും സോളാർ കോഴയും ഭൂമിദാന വിവാദങ്ങളും പ്രചരണത്തിന്റെ അവസാന പാദം വരെ കത്തിനിന്നില്ലെങ്കിലും ഭരണവിരുദ്ധ വികാരം ഈ തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന് തന്നെയാണ് LDFന്റെ പ്രതീക്ഷ. എന്നാൽ LDFന്റെയും UDFന്റെയും കണക്കുകൂട്ടലുകൾ മുഴുവൻ ഈ തിരഞ്ഞെടുപ്പിൽ തെറ്റുമെന്നാണ് BJP നേതൃത്വത്തിലുള്ള ദേശീയ ജനാധിപത്യ സഖ്യം മുന്നറിയിപ്പ് നൽകുന്നത്. BDJSുമായുള്ള സഖ്യത്തിലൂടെ BJPക്ക് ഈഴവ വോട്ടുകൾ എത്രമാത്രം സമാഹരിക്കാൻ കഴിയുമെന്നത് ഈ തിരഞ്ഞെടുപ്പിൽ കാണാനിരിക്കുന്നതേയുള്ളൂ. 17 മണ്ഡലങ്ങളിലെ ജനവിധി തങ്ങൾ നിർണയിക്കുമെന്നാണ് NDA അവകാശപ്പെടുന്നത്. അതേസമയം മറ്റു 15 മണ്ഡലങ്ങളിൽ മറ്റു 2 മുന്നണികൾക്കും അവർ ശക്തമായി വെല്ലുവിളി ഉയർത്തുകയും ചെയ്യുന്നു. ഈ കണക്കുകൂട്ടലുകൾക്കും അവകാശവാദങ്ങൾക്കുമെല്ലാം ഇനി ദിവസങ്ങളുടെ ആയുസ്സേയുള്ളൂ. വോട്ടെണ്ണൽ പൂർത്തിയാകുമ്പോൾ ബാലറ്റ് മെഷീനിൽ തെളിയുന്നത് ആരുടെ ജാതകമായിരിക്കുമെന്നറിയാൻ വ്യാഴാഴ്ച വരെ കാത്തിരിക്കാനേ കഴിയൂ. ന്യൂസ് ഡെസ്ക്, കൗമുദി. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ വേദിയിൽ അനുദിനം പ്രചരണ വിഷയങ്ങൾ മാറി മാറി വരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അഴിമതിയിലും വികസനത്തിലും രാഷ്ട്രീയ വിവാദങ്ങളിലുമൊക്കെ കൂടി കടന്നു വന്ന പ്രചരണ രംഗം പിന്നീട് പെട്ടെന്ന് വഴിതിരിഞ്ഞത് പുറ്റിങ്ങൽ വെടിക്കെട്ട് ദുരന്തത്തോടെയാണ്. അത് പിന്നീട് വീണ്ടും വഴിതിരിഞ്ഞത് പെരുമ്പാവൂരിൽ ജിഷ കൊലക്കേസ് വന്നപ്പോഴാണ്. പോലീസിന്റെ അനാസ്ഥയും പ്രതിയെ പിടികിട്ടാൻ ആവാത്തതിലുള്ള വേവലാതിയുമൊക്കെ പോലീസിനെ ഇപ്പോഴും കുഴക്കുമ്പോൾ രാഷ്ട്രീയത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പ്രചരണ വിഷയം വീണ്ടും മാറി മറിയുന്നു. അത് ദേശീയ നേതാക്കളുടെ വരവോടുകൂടിയായിരുന്നു. അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് കേസും അതുപോലെ തന്നെ സൊമാലിയൻ പരാമർശവും, പ്രധാനമന്ത്രിയുടെ സൊമാലിയൻ പരാമർശവും, ലിബിയൻ നഴ്സുമാരുടെ വരവിൽ ഉള്ള അവരെ ആര് നാട്ടിലെത്തിക്കാൻ സഹായിച്ചു തുടങ്ങിയ വിഷയങ്ങളെല്ലാം ഓരോ നിമിഷവും ഉദ്വേഗജനകമായ ഒരു നാടകത്തിൽ എന്നതുപോലെ വിഷയങ്ങൾ മാറി മാറി വന്നു. ഈ വിഷയങ്ങളുടെ വൈവിധ്യം കൊണ്ടുകൂടി ശ്രദ്ധേയമാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ്. പ്രചരണ വിഷയങ്ങൾ ദിവസവും മാറിമറിഞ്ഞ മറ്റൊരു തിരഞ്ഞെടുപ്പും ഒരുപക്ഷെ സംസ്ഥാനത്തെ നിയമസഭാ തിരഞ്ഞെടുപ്പുകളുടെ ചരിത്രത്തിലുണ്ടാവില്ല. അഴിമതിയും വികസനവും പ്രധാന വിഷയങ്ങളാകുന്ന പതിവ് തെറ്റിച്ച് ഇക്കുറി അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് ഇടപാടും സോണിയാഗാന്ധിയുടെ ഇറ്റാലിയൻ കണക്ഷനും ഉൾപ്പെടെയുള്ള ദേശീയ വിഷയങ്ങൾ വരെ വ്യാപക ചർച്ചയായി. 2 മാസം മുൻപ് തിരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിക്കുമ്പോൾ UDFനെ പ്രതിക്കൂട്ടിൽ നിർത്താൻ ബാർക്കോഴ ആരോപണങ്ങളാണ് ഇടതുപക്ഷം ആയുധമാക്കിയിരുന്നതെങ്കിൽ പിന്നീട് അത് റവന്യൂ വകുപ്പിന്റെ വിവാദ ഭൂമിദാന ഉത്തരവുകൾക്ക് വഴിമാറി. അഴിമതി ആരോപണങ്ങൾക്കെതിരെ അക്രമ രാഷ്ട്രീയത്തിന്റെ പേരിൽ ഇടതുപക്ഷത്തെ പ്രതിരോധത്തിലാക്കാൻ UDF തീരുമാനിച്ചതിന് തൊട്ടുപിന്നാലെയാണ് രാഷ്ട്രീയ വിവാദങ്ങളിൽ നിന്ന് ജനശ്രദ്ധ തിരിച്ചുവിട്ട് ഏപ്രിൽ 10 പുറ്റിങ്ങൽ വെടിക്കെട്ട് ദുരന്തം സംഭവിച്ചത്. 109 പേരുടെ മരണത്തിനിടയാക്കിയ മഹാദുരന്തത്തിനു പിന്നിലെ സുരക്ഷാ വീഴ്ചയും പോലീസിന്റെ അനാസ്ഥയും അന്വേഷണത്തിലെ അലംഭാവവും എല്ലാം ചർച്ചാ വിഷയമായി. വെടിക്കെട്ട് ദുരന്തത്തിന്റെ കനലണയുന്നതിനു മുൻപാണ് ഏപ്രിൽ 28 പെരുമ്പാവൂരിൽ ദളിത് നിയമ വിദ്യാർത്ഥിനിയായ ജിഷ ക്രൂരമായി കൊല ചെയ്യപ്പെട്ട സംഭവമുണ്ടായത്. അതോടെ മറ്റെല്ലാ വിഷയങ്ങളും അതിൽ മുങ്ങിപ്പോയി. ദേശീയ നേതാക്കളുടെ വരവോടെ പ്രചരണ വിഷയങ്ങൾ പിന്നെയും മാറിമറിഞ്ഞു. ഹെലികോപ്റ്റർ ഇടപാടു കേസിൽ സോണിയാഗാന്ധിയെ വ്യക്തിപരമായി കടന്നാക്രമിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ പ്രസംഗം വിവാദമായി. മോദിക്ക് മറുപടിയായി സോണിയാഗാന്ധി നടത്തിയ വികാരഭരിതമായ പ്രസംഗമായിരുന്നു പിന്നീട് 2 ദിവസത്തെ ചർച്ചാ വിഷയം. 2ാം വരവിൽ മോദി കേരളത്തെ സൊമാലിയയോട് ഉപമിച്ചതിന്റെ കോലാഹലം ഇപ്പോഴും ശമിച്ചിട്ടില്ല. ലിബിയയിൽ നിന്നുള്ള നഴ്സുമാരെ നാട്ടിലെത്തിക്കാൻ സഹായിച്ചത് കേന്ദ്ര സർക്കാരോ സംസ്ഥാന സർക്കാരോ എന്ന വിഷയവും പ്രചാരണത്തിന് വേണ്ടത്ര ചൂടുപകർന്നു. പ്രചാരണ വിഷയങ്ങൾ അടിക്കടി മാറിയപ്പോൾ അടിസ്ഥാന ജനകീയ പ്രശ്നങ്ങളാണ് പലപ്പോഴും ചർച്ച ചെയ്യപ്പെടാതെ പോയത്. രാഷ്ട്രീയ വിവാദങ്ങൾക്കപ്പുറത്ത് സാധാരണക്കാരുടെ ജീവൽ പ്രശ്നങ്ങൾ ശ്രദ്ധിക്കപ്പെടാതെ പോകുമ്പോൾ ജനവിധിയിൽ പ്രതിഫലിക്കുക ഏതു വിഷയമായിരിക്കും? അക്കാര്യം തിങ്കളാഴ്ച വോട്ടർമാർ പോളിംഗ് ബൂത്തിലെത്തുമ്പോൾ ബാലറ്റ് പേപ്പറിലായിരിക്കും പ്രതിഫലിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കൗമുദി.